പ്രമേഹ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 16-ാം വയസ്സിൽ കിടപ്പിലായ രതീഷ് 6 വർഷങ്ങൾക്ക് ശേഷം 22-ാം വയസ്സിൽ ഇത് രണ്ടാം ജന്മം. കൊല്ലം അഞ്ചൽ ഏരൂർ പഞ്ചായത്തിൽ ഐലറ ചടിവിള വീട്ടിൽ കെ രാജിയുടെ മകനാണ് രതീഷ്. വിധവയായ മാതാവ് രാജിക്കും നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹ രോഗം പിടിപെടുകയും ഇതിനനുബന്ധമായി മറ്റു പല അസുഖങ്ങളും ഉണ്ടായി. തുടർന്ന് ഇവർക്ക് ജോലികൾക്കൊന്നും പോകുവാൻ കഴിയാതാവുകയും കുടുംബം മുഴിപ്പട്ടിണിയിലാവുകയും ചെയ്തു. രാജിയുടെ 80 വയസ്സോളം പ്രായമുള്ള മാതാവ് കനകമ്മാൾ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ കൂലിവേല ചെയ്താണ് ഇരുവർക്കുമുള്ള മരുന്നും ആഹാരത്തിനുള്ള വകയും കണ്ടെത്തിയിരുന്നത്. ഈ വന്ധ്യവയോധികയുടെ തുച്ഛമായ വരുമാനം ഒന്നിനും പര്യാപ്തമായിരുന്നില്ല. അത്യാവശ്യം ജീവൻ നിലനിർത്താൻ മാത്രമാണ് ഇവരുടെ വരുമാനം കൊണ്ട് കഴിഞ്ഞത്. കട്ടകെട്ടിയ ഓടുപാകിയ മേൽക്കൂരയ്ക്കുള്ള ഒറ്റമുറി വീട്ടിലാണ് കുടുംബത്തിലെ 4 അംഗങ്ങൾ കഴിഞ്ഞിരുന്നത്. ഈ വീടാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലുമായിരുന്നു. രാജിക്ക് രതീഷിനെ കൂടാതെ മറ്റൊരു മകൾ കൂടിയുണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഈ പെൺകുട്ടി വീട്ടിലെ ദയനീയ സ്ഥിതിയിൽ പട്ടിണി കാരണം സ്കൂളിൽ പോകുവാൻ നിവർത്തിയില്ലാതെ +2-ൽ പഠനം ഉപേക്ഷിച്ച് അമ്മയെയും സഹോദരനെയും പരിചരിച്ചു വരികയാണ്. മുഴുപട്ടിണിയിൽ രോഗബാധിതരായി കഴിയുന്ന ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി സമീപവാസികളിൽ നിന്നും മനസ്സിലാക്കിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. ഇവരുടെ ദയനീയ സ്ഥിതി ശ്രദ്ധയിൽപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകനായ കൊട്ടാരക്കര വാളകം സ്വദേശി അലക്സ് മാമ്പുഴയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഇവരുടെ വീട് സന്ദർശിക്കുകയും ഈ മോന് വാളകത്ത് വീട് വയ്ക്കാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കാം അത് സത്യസന്ധമായിട്ട് തോന്നി. ഇവരെ ഈ മോനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ കുടുംബത്തെ മറ്റുള്ളവരെ വല്യമ്മച്ചിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെറും കൈയോടെ ഒരു പോകാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ മനസാക്ഷി അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മോന് വീട് വയ്ക്കാനുള്ള സ്ഥലം ഞങ്ങൾ കൊടുക്കാം, വാളത്ത് തന്നെ കൊടുക്കാം. പക്ഷേ സുമനസ്സുകളുടെ സഹായം തുടർന്ന് ഇവർക്ക് ആവശ്യം. വസ്തു കിട്ടിയതുകൊണ്ട് മാത്രം ആയില്ല, അവർക്കൊരു വീട് ആവശ്യമാണ്. അതുപോലെ ഈ മോന്റെ തുടർ ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ്. ഇതിനൊക്കെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊക്കെ സഹായിക്കണം. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മള് ഇവിടെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ അവസ്ഥ വളരെ കഷ്ടമായേനെ. നമ്മൾ വന്നപ്പോ തന്നെ ഈ മോന് ഇങ്ങനൊന്നും ഇരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ ദയനീയ സ്ഥിതി നേരിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഈ കുടുംബത്തെ വാളകത്തൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കുകയുമായിരുന്നു. ഇവർക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളും വാങ്ങി നൽകി. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആരോഗ്യം വീണ്ടെടുത്തു വരുന്നു. ഇതിനിടെ അലക്സ് മാമ്പുഴ തന്റെ ഉടമസ്ഥതയിൽ വാളകം മുള്ളിയിൽ പ്രദേശത്തുള്ള ഭൂമിയിൽ നിന്നും ഈ കുടുംബത്തിന് വീട് വെക്കുന്നതിനാവശ്യമായ ഭൂമി ദാനം നൽകി. രജിസ്റ്റർ ചെയ്ത വസ്തുവിന്റെ ആധാരം അലക്സിന്റെ മാതാവ് പൊടിയമ്മ കുഞ്ഞും ഭാര്യ ലില്ലി അലക്സും ചേർന്ന് ഈ കുടുംബത്തിന് കൈമാറി. വസ്തു കൈമാറ്റ ചടങ്ങിൽ ടോം രാജു, ജെയിംസ് പ്ലാവിള, തടത്തിവിള റോയ്, ദിലീപ് റിച്ചാർഡ്, ലൂക്കോസ് ജോൺ, അനീഷ, അനില, ജീബു, ഷീജ, സജി, മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.